കളരി പൂജയും കാഴ്ചക്കളിയും നടത്തി 1 മാസത്തോളമുള്ള പരിശീലനം പൂർത്തിയാക്കി കളിസംഘങ്ങൾ ഓച്ചിറ പടനിലത്തെത്തിയിരിക്കുകയാണ്. ഓണാട്ടുകരയിലെ യോദ്ധാക്കളുടെ പോരാട്ടവീര്യം പൂർണ്ണമായി പരബ്രഹ്മഭൂമിയിൽ സമർപ്പിച്ച് ഇന്നിവിടെ മിഥുനമാസം 1-ാം തീയതി ഓച്ചിറക്കളിയുടെ ആദ്യ ദിവസം പടനിലം ഉണരുകയാണ്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഓച്ചിറയുടെ പ്രത്യേകതയാണ് ഓച്ചിറക്കളി. 2 നൂറ്റാണ്ട് മുമ്പ് കായംകുളം വേണാട് രാജ്യങ്ങൾ തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ അനുസ്മരണമാണ് പരബ്രഹ്മക്ഷേത്ര പടനിലത്ത് നടക്കുന്നത്. ഓണാട്ടുകരയിൽ ഉൾപ്പെട്ട കാർത്തികപ്പള്ളി, മാവേലിക്കര, കരുനാഗപ്പള്ളി താലൂക്കുകളിലെ കരകളിൽ നിന്നുമുള്ള കളിസംഘങ്ങൾ വ്രതശുദ്ധിയോടെ പരിശീലനം പൂർത്തിയാക്കിയാണ് ഓച്ചിറക്കളിക്കായി ഓച്ചിറ പടനിലത്ത് എത്തിച്ചേരുന്നത്. കളിയാശാന്മാരുടെ നേതൃത്വത്തിൽ 180ഓളം കളരികളാണ് ഇതിനായി പ്രവർത്തിക്കുന്നത്. ഓണാട്ടുകരയിലെ 52 കരകളിൽ നിന്നുമുള്ള കളിസംഘങ്ങളാണ് പ്രധാനമായും ഓച്ചിറക്കളിക്ക് പങ്കെടുക്കാറുള്ളത്. എല്ലാ വർഷവും മിഥുനമാസം 1-ാം തീയതിയും 2-ാം തീയതിയുമാണ് ഓച്ചിറക്കളി നടക്കാറുള്ളത്. ഘോഷയാത്രയോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ക്ഷേത്ര ഭരണസമിതി ഓഫീസിന് മുന്നിലെത്തുന്ന കളിസംഘങ്ങൾ ധ്വജം ഏറ്റുവാങ്ങുന്നതോടുകൂടി ഋഷഭവീരന്മാരുടെയും വിവിധ വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഘോഷയാത്ര ആരംഭിക്കുകയും ഓച്ചിറക്കളിയുടെ വായ്ത്താരിയോടെ കിഴക്ക് പടിഞ്ഞാറ് ആൽത്തറകൾ എട്ടുകണ്ടം, ഒണ്ടിക്കാവ്, തകിടിക്കണ്ടം, ഗണപതി ആൽത്തറ, മഹാലക്ഷ്മിക്കാവ് എന്നിവിടങ്ങളിൽ പ്രദക്ഷിണം ചെയ്ത ശേഷം ക്ഷേത്ര ഭരണസമിതി ഓഫീസിന് മുന്നിലെത്തി കിഴക്കും പടിഞ്ഞാറും 2 കരകളായി പിരിയും. തുടർന്ന് എട്ടുകണ്ടത്തിൻ്റെ മധ്യഭാഗത്ത് കൃഷ്ണപ്പരുന്ത് പ്രത്യക്ഷപ്പെടുന്നതോടെ കരഘോഷയാത്ര ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളോടുകൂടി എട്ടുകണ്ടത്തിൻ്റെ മധ്യത്തേക്ക് പുറപ്പെടുകയും ഇരു കരകളിലെയും പടത്തലവന്മാരും കരനാഥന്മാരും എട്ടുകണ്ടത്തിൻ്റെ മധ്യഭാഗത്തെത്തി കര പറഞ്ഞ് ഹസ്തദാനം നടത്തുന്നതോടെ യോദ്ധാക്കൾ ആയുധങ്ങളുമായി എട്ടുകണ്ടത്തിലിറങ്ങി അംഗം കുറിച്ച് പോരാട്ടം നടത്തും. പിന്നീട് തകിടിക്കണ്ടത്തിലും അല്പസമയത്തെ പോരാട്ടം നടത്തിയ ശേഷം നാളെ വീണ്ടും പോരാട്ടം നടത്താം, 2ാമത്തെ ദിവസത്തെ ചടങ്ങുകൾക്ക് വേണ്ടി എന്നുള്ള വാഗ്ദാനം നൽകി ക്ഷേത്രക്കുളത്തിൽ സ്നാനം നടത്തി പിരിയും. തുടർന്ന് കളരിപ്പയറ്റും അനുബന്ധമായി നടക്കും. ഓച്ചിറക്കളിയോടനുബന്ധിച്ച് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു കാലിച്ചന്ത എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പേരിന് മാത്രമായി ഓച്ചിറക്കളിയുടെ കാലിച്ചന്ത മാറിയിരുന്നു. കാർഷിക പാരമ്പര്യം വിളിച്ചോതിയിരുന്ന കാലിച്ചന്ത വളരെ മികച്ച രീതിയിലാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഓച്ചിറയിൽ നടന്നുകൊണ്ടിരുന്നത്.
1857 തിരുവിതാംകൂർ ദിവാനായ ടി മാധവറാവു സ്ഥാനമേറ്റപ്പോഴാണ് മാരകമായ ആയുധങ്ങൾ ഓച്ചിറക്കളിയിൽ ഉപയോഗിക്കുന്നത് നിരോധിച്ചത്. ഇപ്പോൾ അലക് കൊണ്ടുള്ള വാളും കൃത്രിമമായി നിർമ്മിക്കുന്ന പരിചയും തടി കൊണ്ടുള്ള വാളുകളുമൊക്കെയാണ് ഓച്ചിറക്കളിയിൽ പടയാളികൾ ഉപയോഗിക്കാറുള്ളത്. എട്ടുകണ്ടത്തിലെ കളിയും കരക്കളിക്കും ശേഷം ഓച്ചിറ ക്ഷേത്രത്തിൻ്റെ ഭാഗമായ കല്ലേട്ട് ചിറയിൽ കുളിച്ച് ശുദ്ധിയായി പടനിലത്ത് നിന്നും ഭക്ഷണവും കഴിച്ച് ദക്ഷിണയും വാങ്ങിയാണ് കളിസംഘങ്ങൾ തങ്ങളുടെ കരകളിലേക്ക് മടങ്ങാറുള്ളത്. നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അടുത്ത ഓച്ചിറക്കളിക്ക് പടനിലത്തെത്താമെന്നുള്ള ആഗ്രഹവുമായാണ് ഓരോ കളിസംഘങ്ങളും തങ്ങളുടെ കളരികളിലേക്കും വീടുകളിലേക്കും മടങ്ങുന്നത്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഓച്ചിറയ്ക്ക്, ഉത്സവങ്ങളുടെ നാടായ ഓണാട്ടുകരയ്ക്ക് ഓച്ചിറക്കളി എന്നും വളരെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര താലൂക്കുകൾ ചേരുന്നതാണ് ഓണാട്ടുകര. എള്ളിൻ്റെ നാടെന്നും ഓണാട്ടുകരയ്ക്ക് പേരുണ്ട്. ഓടനാടാണ് പിന്നീട് ഓണാട്ടുകരയായി മാറിയത്. എല്ലാ വർഷവും ഓച്ചിറക്കളിയോടനുബന്ധിച്ച് ഭക്തജനങ്ങൾക്കും കളിസംഘങ്ങൾക്കും ഭക്ഷണ വിതരണവുമുണ്ട്.